കട്ടപ്പന വെട്ടിക്കുഴ കവല പാതുവാപുരത്ത് ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളമൊഴുക്കിൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. മഴവെള്ളപ്പാച്ചിലിൽ റോഡിന് സമീപത്തെ തോടിന്റെ ഗതി മാറി ഒഴുകിയതാണ് റോഡ് ഇടിഞ്ഞു താഴാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഗർത്തം റോഡിൽ രൂപപ്പെട്ടത്. കട്ടപ്പന നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ശനിയാഴ്ച ഉച്ചയോടെയാണ് റോഡിൽ വലിയ ഗർത്തം കാണപ്പെട്ടത്. തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചപ്പോൾ റോഡിന് കുറുകെയുള്ള പൈപ്പ് ഒരു വശത്തേക്ക് തിരിച്ചു വെച്ചത് മൂലം തോട്ടിലൂടെയുള്ള വെള്ളം കൽക്കെട്ടിനുള്ളിലേക്ക് കയറിയതാണ് റോഡ് ഇടിഞ്ഞു താഴാൻ പ്രധാന കാരണം. കട്ടപ്പന നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴിമുടി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 7-ാം വാർഡിലാണ്. 7-ാം വാർഡിലും ഇതുപോലെ തന്നെ ഇപ്പോൾ റോഡിൻ്റെ ആ സെൻട്രൽ ഭാഗം താന്നു പോവുകയും വലിയ ഗർത്തം അവിടെ രൂപം കൊള്ളുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ അത് നന്നാക്കി റോഡിപ്പോൾ ഗതാഗത യോഗ്യമാക്കി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ലാതിരുന്നു എന്നുള്ളത് കൊണ്ട് വെള്ളം വന്ന് കെട്ടി നിന്ന് വേറൊരു സൈഡിൽ കൂടി ആ വെള്ളം കെട്ടിനകത്തൂടെ പുറത്തോട്ട് പോയപ്പോൾ റോഡ് അടിവശം കൊണ്ട് ആ റോഡ് മുറിച്ചുകൊണ്ടാണ് വെള്ളം കടന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് റോഡങ്ങ് മുറിയുകയും നമുക്ക് ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വന്ന തോടിൻ്റെ വീതി കൂട്ടിയിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് ശരിയാക്കി വിടുകയും. കാലവർഷം നേരിടാൻ കട്ടപ്പന നഗരസഭയിൽ പ്രത്യേക ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. വാർഡ് കൗൺസിലറും പ്രദേശവാസികളും അടങ്ങുന്ന നിരവധി പേർ ചേർന്നാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.